ഉണ്ണി ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. ആരാ? ഞാൻ ഇവിടെ. അമ്മേ, പിന്നെ ഇത് ലത കലാദർശനയിൽ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്തെങ്കിലും കുടിക്കാൻ എടുക്ക. എന്താ ലത ഇത്? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ പെട്ടെന്നൊരു മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. അമ്മയുടെ കത്ത് വന്നിരുന്നു, നാളെ തന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന്. എന്താ വിശേഷിച്ച്? ഞായറാഴ്ച എന്റെ എൻഗേജ്മെന്റ് ആണ്. ആള് മസ്കറ്റിലാ. ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് വിവാഹം നടത്തണമെന്ന് എല്ലാം അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ലതയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്നൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. പ്രായമായ അമ്മ, സഹോദരിമാർ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ലതയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്നേഹിക്കാൻ ആരുടെയും അനുവാദം ചോദിക്കാത്ത മനസ്സിന് പറ്റിയ തെറ്റായിരിക്കാം. വേദനയോടെ ആണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, ലത അമ്മയെ അനുസരിക്കണം. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഉണ്ണിയുടെ അടുത്തേക്ക് വരുമ്പോ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. മോളെ, ചെറുപ്പം മുതലേ എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി ജീവിച്ചവനാ എന്റെ ഉണ്ണി. അവനു വേണ്ടി അവനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കൊന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരമ്മയെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല മോളെ. വിവാഹപ്രായമായ 2 പെൺമക്കൾ ഇനി ഈ വീട്ടിലുണ്ട്. അവരുടെ കൂടെ ഒരാൾ കൂടി കഴിയാൻ ഇവിടെ ഇടമുണ്ടാവും. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കൃത്യം 12 മണി. കാറാ ഭാഗത്തുണ്ടാവും. വയ്ക്കുള്ളൂ. അവിടെ ഒന്നും കണ്ടില്ല സാർ. രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. കണ്ടില്ലേ? ജയിലിൽ ചാടി പോയവനെ കണ്ടില്ലെന്ന് പറയാൻ നാണമില്ലേ? പോയി അന്വേഷിക്കണോ? കാര്യം പറ. നിർത്ത്. ആ പോലീസുകാരൻ പിന്നെ വല്ലതും പറഞ്ഞ് പറ്റിച്ചാണ്. അതല്ല, കാസർഗോഡ് ജയിലിൽ ആടിയത്.
പോക്കാനടാ. അവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളെല്ലാം മയ്യത്തായത് തന്നെ. അപ്പൊ നീ മലപ്പുറത്ത് മാമയുടെ വീട്ടിൽ പോയില്ലേ? ഇല്ല, അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി വല്ല വിഷമം മേടിച്ചെന്ന് ഒരു സമൂഹ ഭരണം നടത്തിയ നമ്മുടെ മയ്യത്തെങ്കിലും വീട്ടിലെത്തും. നിസാമേ, നീ വേണമെങ്കിൽ ചത്തോ. നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളതാ. അച്ഛൻ അറിഞ്ഞാണോ? ഇല്ലടാ, അച്ഛനെ അറിയിക്കാതെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടാനുള്ള നിന്റെയൊക്കെ പൂതി മനസ്സിലിരിക്കട്ടെ. നീയൊക്കെ മനസ്സിൽ കാണുമ്പോ ഞാനത് മരത്തെ കാണും. എടാ പൊട്ട, ഈ മരത്തിലല്ല. നാളെ കണ്ണൂര് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ അറിയാതെ തലശ്ശേരിൽ ഒരു കളിയും കളിച്ചിട്ട് ഇവിടെ വന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, വീല് പോയി എന്നൊക്കെ പറയാനല്ലേ നിങ്ങളെയൊക്കെ പ്ലാൻ? അച്ഛോ, അതൊന്നുമല്ല. ദേ കണ്ടോ, കാസർഗോഡ് കാതർബായി ജയിലിൽ ചാടി. എന്റെ കർത്താവേ, ഞാനിതാ പോണു. ഉണ്ണി മാറിക്കോ. സാർ, പോലീസ്. അകത്തേക്ക് പോക്കോ. പൊക്കോളൂ. അയ്യോ, ഇത് ഞമ്മളാണ്. പാപ്പ എന്താ ഈ വേഷത്തില്? ഇപ്പൊ മയ്യത്തായല്ലോ. എന്താടാ ഞമ്മളെ ഈ കുപ്പായത്തിൽ കണ്ടിട്ട് നിനക്ക് പിടിക്കുന്നില്ലേ? പോലീസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. ഭായി എന്താ അത്ര ലേറ്റ് ആയത്? ഞമ്മള് നേരെ ജയിൽ സൂപ്പറിന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് സ്മോളൊക്കെ അടിച്ചു കിടന്നപ്പം ഞമ്മള് നന്നായിട്ട് അങ്ങ് മയങ്ങിപ്പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോ സൂപ്പറിന് പറയാണ്, ഇത് ജയിലല്ല, ഞമ്മടെ വീടാണ്. ഈ കുപ്പായം അങ്ങ് കൊടുത്തേരെ. പാവം പോലീസുകാരൻ ഡ്യൂട്ടിക്ക് പോകാൻ കുപ്പായമില്ലാതെ കാത്തിരിക്കുക. എന്തോ ഒരു നാറ്റം. അയ്യേ. എടാ പകയാ, സുഖിക്കാൻ ആരെങ്കിലും ജയിലിൽ കിടക്കുമോ? അത് നമ്മൾ സാറന്മാരെ കളിപ്പിക്കാൻ വേണ്ടി ഒരു വെടിപൊട്ടിച്ചതല്ലേ. ഇപ്പൊ എന്തായി? ഓരോ പോലീസുകാർക്കും ലക്ഷങ്ങളാ നമ്മൾ വാക്കു കൊടുത്തിരിക്കുന്നത്. പാപ്പ, ആ കലാദർശനക്കെതിരായി വേറൊരു ട്രൂപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോ നമ്മുടെ കസ്റ്റഡിയിലാ. വിശ്വസിക്കാമോ? ആ, ഞാൻ വേറൊന്നുകൂടി കരുതിയാണ് അവരെ കൂട്ടുപിടിച്ചത്. വിദേശ പ്രോഗ്രാമിന് വേണ്ടി അവരെ അയക്കാം. കലാദർശനയുടെ എല്ലാ ഡീറ്റെയിൽസും ആ ഗിമ്മിയിൽ നിന്നും കാത്തിയും കളക്ടിയിട്ടു. നമ്മൾ ഇത്രയും നാളും വിശ്വസിച്ചിട്ടും കസ്റ്റംസ് ഡേയിൽ കുടുങ്ങിയിട്ടില്ല. ഡയമണ്ട്സോ പണമോ പോയതിൽ നമുക്ക് സങ്കടമില്ല. നമ്മളെ പിടിച്ചു കൊടുത്തതിലാണ് വിഷമം. ആ അച്ഛനും അവന്മാരും കൂടി നമ്മളെ ശരിക്കും പൂട്ടിക്കളഞ്ഞു. സൂക്ഷിച്ചില്ലേ ഏത് സമയത്ത് നമ്മൾ അകത്ത് പോയത്? അത് ശരിയാ എന്ന് കരുതി നീ എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. ബായി എന്താ ഈ പറയുന്നത്? ജയിലിൽ ചാടി വന്നത് നമ്മളിങ്ങനെ ഇവിടെ ഒളിച്ചിരിക്കാനാണോ? എടാ മുക്കേ, ഈ കാതർബായി ഒളിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവന്മാരെ പൂട്ടാനുള്ള എല്ലാ വഴികളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ വന്നത് മിമിക്സിന്റെ ഒരു ഗൾഫ് പ്രോഗ്രാം ബുക്ക് ചെയ്യാനാണ്. പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് അടുത്ത 15-ാം തീയതി തന്നെ പുറപ്പെടണം. ഓ, അതിന് ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ. അതിനു മുമ്പ് വിസയൊക്കെ കിട്ടുവോ? അതെല്ലാം ഞങ്ങളുടെ കമ്പനി റെഡിയാക്കിക്കൊള്ളും. പിന്നെ ബോംബെ വരയ്ക്കും കപ്പലിൽ. അതെന്താ, ബോംബെ വരെ തീവണ്ടിയും ബസ്സൊന്നും ഓടുന്നില്ലേ? അതല്ല, ഞങ്ങളുടെ കമ്പനി വക ഒരു ഷിപ്പ് ബോംബെക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിലെല്ലാരും കൂടിയുള്ള യാത്ര സുഖകരമായിരിക്കല്ലോ എന്ന് ഓർത്താ. വിരോധമില്ല, പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ അച്ഛൻ പ്രോഗ്രാമിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞ ഞാനിപ്പോ അഡ്വാൻസ് തരാം. അതൊക്കെ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടെ. മമ്മൂട്ടി പറഞ്ഞതുപോലെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. സന്ധ്യയോട് പേടിക്കണ്ടെന്ന് പറഞ്ഞേക്കും. ഒന്ന് വെക്കട്ടെ. പിന്നെ വളരെ ഉപകാരം കേട്ടോ. എന്താണ്? സന്ധ്യയുടെ ആന്റി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. ആരും അറിയാതെ സന്ധ്യ എന്റെ അടുത്ത് എത്തിക്കാമെന്ന് അവരെന്നോട് പറഞ്ഞു. ഇനി ആ തടിയന്മാരെ കൊണ്ട് നിന്നെ തല്ലിക്കാനുള്ള വല്ല പരിപാടിയായിരിക്കും. ഒന്നുമല്ല, അവർ വളരെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ബാംഗ്ലൂർക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് സന്ധ്യ എന്റെ അടുത്ത് എത്തിക്കാമെന്ന് അവർ ഉറപ്പ് പറഞ്ഞിരിക്കുക. ഉറപ്പാണോ? ഉറപ്പാ. വാ. സന്ധ്യേ, മോളെ സന്ധ്യേ, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടന്നിട്ട് കാര്യമില്ല. എഴുന്നേക്ക്, ഞാനൊന്ന് പറയട്ടെ. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. എല്ലാം നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി, അല്ലേച്ചോ? പെട്ടെന്ന് ഞാൻ ഈ പ്രോഗ്രാം പിടിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അറിയാം, അച്ഛന് കാശ് കിട്ടാൻ. അല്ലടാ മണ്ട, നീയൊക്കെ ചാകാതിരിക്കാൻ. ആ കാദർബായി പുറത്തിറങ്ങിയിരിക്കുക. 10-20 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ
കർത്താവ് കാണിച്ചു തന്നൊരു വഴിയായത്. നമ്മൾ തിരിച്ചെത്തുന്നതിനകം കാദർബായിയെ പോലീസുകാർ പിടിച്ചോളൂ. അല്ലച്ചോ, നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാ പോരെ? ഇതൊക്കെ എന്താ ആലോചിക്കാൻ? എന്ത് പറഞ്ഞാലും അവന് ആലോചന. കുറച്ച് ദിവസമെങ്കിലും മനസ്സമാധാനമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞൂടെ? ആലോചന അല്പം ആലോചിച്ചോണ്ട് എന്താ കുഴപ്പം? അതെ, ആലോചിച്ചാൽ എന്താണ് കുഴപ്പം? എടാ, എന്ത് കാര്യം തീരുമാനിക്കുകയും സ്വല്പമൊക്കെ ആലോചിച്ചിട്ട് വേണമെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ടാ? ഇതിനൊക്കെ ഞാൻ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കണോ? എനിക്കിതിനുള്ള നിർത്തി. അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കാവോ? ആവോ അച്ചോ? എന്നാലും സാരില്ല, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. വന്നേ, ഞാനും നിങ്ങളോടൊപ്പം ദുബായിക്ക് വരുന്നു. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? നീ ഇല്ലാതെ ഗൾഫ് പ്രോഗ്രാം എങ്ങനെ നടത്തും? എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. സന്ധ്യ അടുത്ത ആഴ്ച ബാംഗ്ലൂർ കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ രക്ഷിക്കണം. അതിന് അച്ഛൻ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം ഈ വിവരം അച്ഛൻ അറിയണ്ട. 6 പേരില്ലാതെ ഐറ്റം അങ്ങനെ അവതരിപ്പിക്കും. അത് ശരിയാ. ഗൾഫിൽ 1 മാസം പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോ എല്ലാ ഐറ്റം അവതരിപ്പിച്ചേ പറ്റൂ. പ്രോഗ്രാമിന് പോകാൻ ഇനി സമയമുണ്ടല്ലോ. അതിനു മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഒരാൾ അറേഞ്ച് ചെയ്ത് തരാം. നീ എന്തോന്നും മിണ്ടാത്തത്? നിന്നെ തനിച്ചാക്കിയിട്ട് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് പ്രയാസം. സന്ധ്യയുടെ ആൾക്കാര് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. സാബു, നീ ഒരു വാക്ക് പറഞ്ഞാ മതി, നമുക്ക് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ ഇനി സമയമുണ്ട്. ശരിയാ. അയ്യോ, അത് വേണ്ട. നമ്മുടെ ട്രൂപ്പിന് ആദ്യമായിട്ട് ഗൾഫിൽ പോകാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ, അത് നഷ്ടപ്പെടുത്തണ്ട. അങ്ങനെ പറഞ്ഞ എന്നാ ശരി. പിന്നെ എന്ത് കാര്യവും ലതയോടുകൂടി പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ എളുപ്പമുണ്ടല്ലോ. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞാൻ പറയുന്നു, ഈ പെയിന്റിംഗ് ഒക്കെ വളരെ ബോറായിട്ട് അച്ചോ. എന്താടോ? ഒന്നുമില്ല അച്ഛോ. ഒന്നുമില്ലേ പോടോ. നിങ്ങൾ ദുബായി പോകുമ്പോ എന്നെയും കൂടി കൊണ്ടുപോവോ? എന്തിനാ? ഈ അറബികളെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ചാവുന്നതിന് മുമ്പ് ഒന്ന് നേരിട്ട് കാണണം അച്ചോ. താണ്ടമ്മയ്ക്ക് അറബിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. മതി അച്ചോ. മരിക്കുന്നതിന് മുമ്പ് താണ്ടമ്മ ചേച്ചിട്ട് ഒരു ആഗ്രഹമല്ല അച്ചോ, അതങ്ങ് സഹായിച്ചു കൊടുക്കച്ചോ. ആ നോക്കാം. ഓ മമ്മൂട്ടി, ഓ നീ മരിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകുന്നതാണോ നരകത്തിൽ പോകുന്നതാണോ ഇഷ്ടം? എനിക്ക് നരകത്തിൽ പോകുന്നതാണ് അച്ചോ ഇഷ്ടം. അതെന്താടാ മമ്മൂട്ടി? അവിടെ ആവുമ്പോ അച്ഛനും കൂടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഞമ്മന്റെ ഐഡിയ? അവന്മാരുടെ അവസാനത്തെ പ്രോഗ്രാം. അച്ഛനും കൂട്ടരും 15-ാം തീയതി രാവിലെ 10 മണിക്ക് ജെട്ടിയിലെത്തും. ഷിപ്പ് പുറംകടലിലാണ് കിടക്കുന്നതെന്ന് വേണം അവരോട് പറയാൻ. ജെട്ടിയിൽ നിന്നും ബോട്ടിൽ ഷിപ്പിനടുത്തെത്താൻ 1 മണിക്കൂർ എടുക്കും. ഒരു 45 മിനിറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ എല്ലാം ക്ലീൻ ആയിരിക്കും. ഒരു പൊട്ടിത്തെറി, ഒരുത്തിന്റെ പൊടി പോലും കാണില്ല. കാസിം, എന്താ പാപ്പ? ബോട്ടെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നൊരു കാര്യം, ഇങ്ങനൊരു പൊട്ടിത്തെറിയുടെ കാര്യം ഒരു കാരണവശാലും ബോട്ടിലെ ജീവനക്കാർ അറിയരുത്. അത് ശരിയാ. മാത്രമല്ല നമ്മുടെ ആൾക്കാരും തന്നെ അവരോടൊപ്പം ബോട്ടിൽ കയറണ്ട. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല. ഏതോ നിസാര വഴക്കിന്റെ പേരിൽ അവരെ കള്ളക്കടത്തുകാർക്ക് ഒറ്റുകൊടുത്ത നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എടാ, ഒന്നുമില്ലെങ്കിലും വർഷങ്ങളോളം ഒരേ ട്രൂപ്പിൽ ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ നിങ്ങൾ? വർഷങ്ങളോളം അതേ ട്രൂപ്പിൽ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന എന്നെ പറഞ്ഞു വെച്ചപ്പോ ഈ സെന്റിമെന്റ്സ് ഒന്നും അവർക്കുണ്ടായിരുന്നില്ലല്ലോ. ജിമ്മി, നിനക്ക് അവിടെയാ തെറ്റുപറ്റിയത്. ഒരു കലാകാരൻ എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് പഠിക്കാൻ കഴിവുള്ളവനായിരിക്കണം. നിനക്ക് തോന്നുന്നുണ്ടോ നീ പിരിഞ്ഞു പോയതിൽ അവർക്ക് വിഷമമില്ലെന്ന്? അതെ, സാബു ഒരു ദിവസം എന്നോട് സംസാരിച്ചപ്പോ എനിക്കത് മനസ്സിലായി. എന്തൊക്കെയായാലും നീ ഇപ്പൊ ചിന്തിക്കുന്ന ക്രൂരതയാണ്. അത് കേട്ടപ്പോ എനിക്ക് വേദനിച്ചില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്രയ്ക്ക് വലിയൊരു ക്രൂരത ഇവർ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നതാ. എന്നാ എങ്ങനെയെങ്കിലും നമുക്ക് അവരെ രക്ഷിക്കണം. ഓഹോ, അപ്പൊ രക്ഷപ്പെടുത്താൻ വന്നാണല്ലേ? മുമ്പ് കലാദർശനയുടെ പേരും പറഞ്ഞ് യുവദർശന പരിപാടി നടത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ ദുബായ് പകരത്തിന് കളിക്കാമെന്നുള്ള നിങ്ങളുടെ ഈ മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. നിങ്ങളുടെ ട്രൂപ്പിനെ നശിപ്പിക്കാൻ വേണ്ടി കാദർബായ് ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്ലാനാണിത്. അതിനേക്കാൾ യുവദർശന ആസൂത്രണം ചെയ്ത പ്ലാൻ എന്ന് പറയുന്നതല്ലേ നല്ലത്. കലാദർശനം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടന്നവനല്ലേ നീ? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സെന്റിമെന്റ്? ഇതിനേക്കാൾ കൂടുതൽ സെന്റിമെന്റ്സ് എനിക്ക് കളിക്കാൻ അറിയാം. ഉണ്ണി പ്ലീസ്, ഞാൻ പറയുന്നത് മാറ ജിമ്മി. അങ്ങനെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന ജിമ്മിക്ക് ആരോട് വഴക്കൊന്നുമില്ല. നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം. അവനോട് പറഞ്ഞേര്, കലാദർശിയെ തോൽപ്പിക്കാൻ ഈ വക അടകൊണ്ടൊന്നും പറ്റൂലെന്ന്. എന്റെ ദൈവമേ, ഇനി എങ്ങനെ ഇവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുക? അച്ഛനെവിടെ? ഇനി അച്ഛന്റെ കാര്യോട് മിണ്ടി പോവരുത്. എന്നെ പറഞ്ഞു വഞ്ചിച്ച ദുഷ്ടനാണ് അയാൾ. ഞാൻ 100 വട്ടം പറഞ്ഞതാ,
ഈ വയസ്സാം കാലത്ത് വേണ്ടച്ചോ വേണ്ടച്ചോന്ന്. അപ്പൊ എന്നോട് പറയാ, എന്റെ താണ്ടമ്മേ ഇതിന് പ്രായം വല്ലതും ഉണ്ടോന്നും. അത് കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സല്ലേ കുഞ്ഞുങ്ങളെ ആടിപ്പോയി. പിന്നെ ഞാനും കരുതി അച്ഛന്റെ ആഗ്രഹമല്ലേ നടക്കട്ടെന്ന്. ഇനി ഞാൻ നാട്ടുകാരെ മുഖത്ത് എങ്ങനെ നോക്കും എന്റെ പിതാവേ? അച്ഛൻ എന്ത് ചെയ്യുന്ന ചേട്ടത്തി പറയുന്നത്? ഇനി കൂടുതൽ എന്ത് ചെയ്യാൻ? എന്നെ ദുബായി കാണിക്കാന്നും പറഞ്ഞ് മോഹിപ്പിച്ച് എന്നെ പെരുവഴിയിലാക്കിയിട്ട് എല്ലാവരും കടന്നു കളഞ്ഞില്ലേ? ഒരുപാട് നേരമായോ? പിന്നെ ഞാൻ വരുന്നതിന് മുമ്പേ പോയി. എന്നെ പറ്റിച്ച പോലെ അച്ഛൻ ഇവരെയും പറഞ്ഞു പറ്റിച്ചു കാണും. എന്റെ പെങ്ങളും സാബുവും എവിടെയെന്ന് എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേടാ? എനിക്കറിയില്ല.
ഞാൻ അച്ഛനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്, പാടിക്കോട്ടെ. അച്ഛന്റെ മനസ്സിലൊരു കലാകാരനുണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഫാദർ തറ 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 തറ, ഫാദർ തറ 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 തറ, ഫാദർ ഫാദർ തറ കണ്ടം കണ്ടം, ഫാദർ തറ 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 കണ്ടം കണ്ടം കണ്ടം. എന്റെ മനസ്സിലൊരു കലാകാരനുണ്ട്, ഉണ്ട് ഉണ്ട്. ഒന്നുമില്ല അച്ഛൻ. എന്താ 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 ഒന്ന് നിർത്തവിടെ, ഒന്ന് നിൽക്കേ, പറയുന്നില്ലേ. പരിപാടിയായിട്ട് വന്നിരിക്കാം. എന്താ അച്ഛോ, ഞാൻ വീണ്ടും മോനെ കാര്യമൊക്കെ പിന്നെ പറയാം. ഓടി വേഗം പോട്ടെ, വേഗം വേഗം വേഗോട്ടെ വേഗോട്ടെ. മതി മതി മതി. ഓരുമ്പോ ഞാൻ പറഞ്ഞതാ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ. ആര് കേൾക്കാൻ? ഇറങ്ങിക്കോ. अच्छा, बहुत अच्छा. तुम सबका लाश का इंतजार था. अब मजा आएगा, जिंदा तो मिला. മനസ്സിലായില്ലേ? നിന്റെയൊക്കെ ശവവും കാത്താണ് ഞാൻ ഇവിടെ നിന്നതെന്ന്. बुद्धिमुटंड कासिम भाई, हमें भी अच्छी तरह हिंदी मालूम है. हमें भी तुम्हें जिंदा चाहिए. अब शुरू होगा असली खेल. हम मिमिक्री आर्टिस्ट ही नहीं, हमें कराटे कुंग-फू भी आता है, समझे?
ചുമ്പായി ഹിന്ദി സിനിമയിലെ ദേവാനന്ദിന്റെ ഇടി കണ്ടിട്ടുണ്ടോ? നിന്നോട് സ്ത്രീയുമായിട്ടുണ്ട് നിന്റെ ജീവിതമായ നിന്നോട് സ്ത്രീയുമായിട്ടുണ്ട് നിന്റെ ജീവിതമായ ശരി പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലല്ലേ നീ ചെറിയൊരു നേരത്തെ കൊണ്ടുപോയി കുഴിച്ചിട അന്തികുദാശൊക്കെ ഞാൻ കൊണ്ടുവന്ന മോനെ ഞാൻ ഇതിനകത്ത് കൊണ്ടുള്ള ഓരോരുത്തരെ പരിശുദ്ധാത്മാവേ നമ്മളെ വെടിവെച്ച് വന്ന് നമ്മളെ വെടിവെച്ച് വന്ന്
എന്നോട് ക്ഷമിക്കണം അച്ചു. ഒന്നും വേണമെന്ന് കരുതിയായിരുന്നില്ല. സാരമില്ല, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും പിരിഞ്ഞു പോണ്ട. ഇല്ല അച്ചോ, ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ജിമ്മി, നീ പോരുത്. ഇല്ല സബു. അല്ല ജിമ്മി, ജിമ്മി ഞങ്ങളോട് ഉണ്ടാവണം. ജിമ്മി, please. ഞാനാ പറയുന്നത്. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയോ തെറ്റുകൾ മനസ്സറിയാതെ ചെയ്തു പോയി. കർത്താവിന്റെ നാമത്തിൽ അച്ഛനത് പൊറുക്കണം. അപ്പോ ഞാൻ വരട്ടെ അച്ചു. പാടില്ല. നിങ്ങൾ ആരും തന്നെ പിരിഞ്ഞു പോണ്ട. ഇന്നു മുതൽ 2 ട്രൂപ്പ് ഇരിക്കട്ടെ. രണ്ടും കലാദർശനയുടെ പേരിൽ നിന്ന് മാത്രം. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്. അതിനു മുമ്പ് ഒരു സീരിയസ് പ്രശ്നം കൈകാര്യം ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം. നീ ഇങ്ങോട്ട് വന്നേ, വാ. എന്താ കല്യാണം? വേണ്ട, സാബുണ്ട് വന്നേ. സന്ധ്യ വരൂ. സാരമില്ല. അടുത്ത പ്രോഗ്രാമിന് മുമ്പ് നമുക്ക് ഇവരുടെ വിവാഹം നടത്തണം. എന്താ വരുന്നു കോമാളി? സാബുവിന്റെ കല്യാണത്തിന് അഡ്വാൻസ് ആയി എന്റെ സമ്മാനം. വേണ്ട, ഇതേപോലെ ഒരു പാവ എടുത്തോണ്ടെന്ന് നീ കുറെ നാൾ നമ്മളെ വെള്ളം കുടിപ്പിച്ചതാ. ഇതങ്ങനത്തെ പാവയല്ല. വേണ്ട വേണ്ട, പാവ കൊണ്ടുള്ള ഒരു കളിയും വേണ്ട. എല്ലാം പറയണേക്ക്. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അച്ചോ. എന്റെ കർത്താവേ, രക്ഷപ്പെട്ടു. എന്റെ പൊന്നു മക്കളെ കുരിശു വരയ്ക്കടാ. എന്റെ ദൈവമേ.